സ്മൃതി പരുത്തിക്കാട്. അങ്ങനെ മൂന്നാം ഘട്ടവും വിധി എഴുതിയിരിക്കുകയാണ്. 60.87% പേരാണ് മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയത്. നേട്ടങ്ങളും ഗ്യാരണ്ടികളും പറഞ്ഞ ആദ്യ ഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൂന്നാം ഘട്ടത്തിൽ വർഗീയ പരാമർശങ്ങളുമായിട്ടാണ് മോദിയുടെ പോക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിന് മറുപടി പറയാൻ BJP അധ്യക്ഷൻ സാവകാശം തേടുമ്പോൾ അപ്പുറത്ത് വെറുപ്പ് നിറഞ്ഞ പ്രസംഗങ്ങൾ തുടരുകയാണ് BJP നേതാക്കൾ. വെറുപ്പ് വോട്ടാകുമോ എന്നാണ് പരിശോധിക്കുന്നത്. ഏപ്രിൽ 21-ന് രാജസ്ഥാനിലെ ബെൻസ്വാഡയിലാണ് ആദ്യ പ്രതികരണം നടത്തിയത്. ഇന്ത്യ ബ്ലോക്ക് നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യത്തിന്റെ സ്വത്തെല്ലാം വിഹിതം വെച്ചു കൊടുക്കുകയാണെന്നാണ് മോദി പ്രസംഗിച്ചത്. ഏപ്രിൽ 24-ന് രാജസ്ഥാനിലെ ടോങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹനുമാൻ ചാലിസ കേൾക്കുന്നത് പോലും കുറ്റമാകും എന്നാണ് മോദി പ്രസംഗിച്ചത്. മെയ് 2-ന് ഗുജറാത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. ഇവിടെ കോൺഗ്രസ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനികൾ കരയുകയാണ്. കോൺഗ്രസിന്റെ രാജകുമാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാൻ നേതാക്കൾ ആഗ്രഹിക്കുകയാണ്. പട്ടികജാതി, പട്ടികവർഗ, മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെ സമുദായങ്ങളിൽ നിന്നും ഒഴിവാക്കി മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാനായി രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മെയ് 3-ന് മോദി പ്രസംഗിച്ചത് ബംഗാളിലെ ബർദ്വാനിലാണ്. തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഹിന്ദുക്കളെ രണ്ടാം തരം പൗരന്മാരാക്കിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. മെയ് 4-ന് കർണാടകയിൽ BJPയുടെ എക്സ് പേജിൽ രാഹുൽ ഗാന്ധിയെയും സിദ്ധരാമയ്യയും ഉൾപ്പെടുത്തി വിദ്വേഷ വീഡിയോ പുറത്തിറക്കുകയായിരുന്നു. നരേന്ദ്രമോദിയെയും BJPയെയും കടന്നാക്രമിച്ച് സോണിയാഗാന്ധിയുടെ പ്രതികരണം വന്നു. രാഷ്ട്രീയ നേട്ടത്തിനായി വെറുപ്പിനെ പ്രോത്സാഹിപ്പിച്ചുവെന്നാണ് സോണിയാഗാന്ധി പ്രതികരിച്ചത്. ഏത് വിധേനയും അധികാരം നേടുന്നതിനാണ് ശ്രദ്ധ കാണിക്കുന്നത്. ദളിത്, ആദിവാസി, പിന്നാക്ക വിഭാഗങ്ങൾ കടുത്ത വിവേചനം നേരിടുകയാണെന്നും സോണിയാഗാന്ധി പ്രതികരിച്ചു. आज देश के हर कोने में युवा बेरोजगारी, महिलाएं अत्याचार, दलित, आदिवासी, पिछड़े और माइनॉरिटीज भयंकर भेदभाव झेल रहे हैं. ऐसा माहौल प्रधानमंत्री नरेंद्र मोदी और भाजपा की नीयत की वजह से है. उनका ध्यान किसी भी कीमत पर सिर्फ सत्ता हासिल करना है. ശ്രീ ആനന്ദ് കൊച്ചുകുടി, 60.87% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് നിലവിൽ വന്നിരിക്കുന്ന ശതമാനം. ഇത് ഈ കണക്കുകൾ മാറാം. ഒന്നാം ഘട്ടത്തിൽ അത് 66.1%, രണ്ടാം ഘട്ടത്തിൽ 66.7%. നേരിയ വ്യത്യാസം മാത്രമാണ്. അപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിൽ വലിയ തോതിൽ വോട്ടർമാർ ബൂത്തിലെത്തി എന്ന് പറയാനായോ? ക്ഷമിക്കണം, 61 അല്ല, ആ കണക്ക് കൂടാനാണ് സാധ്യത. ആദ്യ രണ്ട് ഘട്ടങ്ങളെക്കാൾ കൂടുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇത് എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കുന്നത്, ഇത് താരതമ്യപ്പെടുത്തുന്നത് 2019-ഉമായിട്ടാണ്. 2019-ഉം 2014-ഉം രണ്ടും ഒരു ഔട്ട്ലയേഴ്സ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ രണ്ട് വാട്ടർഷെഡ് തെരഞ്ഞെടുപ്പുകൾ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകൾ. ഇപ്പോൾ 1977-ലൊക്കെ നടന്നതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2014-ൽ വലിയൊരു മോദി തരംഗം, മോദി വേവ് ഉണ്ടായിരുന്നു. ആ സമയത്ത് UPA കോൺഗ്രസിൻ്റെയൊക്കെ ഇമേജ് വളരെ മോശമാകുകയും ആം ആദ്മി പാർട്ടിയൊക്കെ ദില്ലിയിൽ അധികാരത്തിൽ വരികയൊക്കെ ചെയ്ത ഒരു സമയത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ സമയത്ത് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് വലിയ രീതിയിൽ കൂടിയിരുന്നു. 2009-ഉമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2004-ഉമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ഈ ഇപ്പോഴുള്ള ഈ കണക്കുകൾ 65% ഓരോ ഘട്ടത്തിലും വരുന്നത് ഏകദേശം അതുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന കണക്കുകളാണ്. ഇതിന് രണ്ട് കാരണങ്ങൾ, ഇതിപ്പോൾ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഞാനൊരു കോൺഗ്രസ് അനുകൂലിയാണെങ്കിൽ ഞാൻ പറയും എന്തായാലും BJP തോൽക്കാൻ പോവുകയാണ്, കാരണം വോട്ടർമാർക്കിടയിൽ ഈ BJPക്ക് എതിരായിട്ടുള്ള ഒരു വികാരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മറിച്ച് വേറൊരു തരത്തിൽ വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ എറണാകുളം മണ്ഡലത്തിൽ ഹൈബി ഈഡൻ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും KJ ഷൈൻ ടീച്ചർ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്ന എറണാകുളം മണ്ഡലത്തിൽ പലരും, ഇപ്പം ഞാനിവിടെയുള്ള ആളായതുകൊണ്ട് പലരോടും സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞു, ഇവിടെ എന്തായാലും ഞങ്ങൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഹൈബി ജയിക്കും, അപ്പോൾ പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ച കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അതുപോലെ BJP എന്തായാലും ജയിക്കും, അപ്പോൾ പിന്നെ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും കാര്യമില്ലല്ലോ എന്ന രീതിയിലുള്ള പ്രതികരണം ചില ആൾക്കാർക്ക് ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് BJPക്ക് ഒരു തിരിച്ചടിയല്ല എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരു കാര്യം ശരിയാണ്, 2014 പോലെ വികസനം എന്ന, അന്ന് ഇതുപോലെയുള്ള വർഗീയ പരാമർശങ്ങൾക്കൊക്കെ 10 വർഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി.
10 വർഷം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം വീണ്ടും ഇത്രയും വർഗീയമായിട്ടുള്ള ഈ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കും അദ്ദേഹം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ 2019 നാഷണൽ സെക്യൂരിറ്റി ദേശീയ അഡ്വക്കേറ്റ് സമയക്കുറവുള്ളതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഗ്യാരണ്ടി നേട്ടങ്ങൾ ഇതൊക്കെയാണ് പ്രഖ്യാപനങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോദി പ്രധാനമായും ഉന്നയിച്ചതെങ്കിൽ ഇപ്പോൾ വിദ്വേഷമാണ്, മുസ്ലിം വിഭാഗത്തിനെല്ലാം കൊടുക്കുന്നു കോൺഗ്രസ്, എല്ലാം കൊടുക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് കെട്ടിയ വിഷയത്തിൽ അത് പാർട്ടി പ്രസിഡന്റാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അതിന് വീണ്ടും സാവകാശം തേടിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് വീണ്ടും വീണ്ടും പ്രസംഗങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അത് വോട്ടാകും എന്നുള്ളതാണോ BJP യുടെ പ്രതീക്ഷ? നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ മണിക്കൂറുകളോളം നീളുന്ന പ്രസംഗങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ വാചകങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കുന്നു. ആ നോട്ടീസ് അയക്കട്ടെ, അതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കും, അത്രമാത്രമേ അതിനെക്കുറിച്ചുള്ളൂ. അല്ലാതെ ഏതെങ്കിലും നോട്ടീസ് വരുമ്പോൾ ഉടനെ ഓടി ഒളിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നരേന്ദ്രമോദി ഉയർത്തിയ കാര്യങ്ങൾ അതായത് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക തന്നെ ചെയ്യും, അത് നിർബാധം തുടരുകയും ചെയ്യും. അങ്ങനെ തുടരുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഇപ്പം കേരളത്തിലാണെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ 80:20 എന്ന നിലയിലാണ് വീതം വയ്ക്കപ്പെടുന്നത് എന്നുള്ള ചർച്ചയുണ്ടല്ലോ. അതായത് എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും എല്ലാം കിട്ടുന്നില്ല, 80% ഒരു ന്യൂനപക്ഷത്തിന് കിട്ടുന്നു, 20% മറ്റേ ന്യൂനപക്ഷത്തിന് കിട്ടുന്നു എന്നുള്ള ചർച്ച കേരളത്തിൽ പോലും ഉണ്ടായല്ലോ. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെ പറയുമ്പോൾ, നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞാൽ ഉടനെ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നവരെ അതിൻ്റെതായ രീതിയിൽ നേരിടും എന്ന് പറയാനുള്ള ഒരു ആർജവം ഇവിടെ BJPക്കുണ്ട്. കോൺഗ്രസിനോ തൃണമൂൽ കോൺഗ്രസിനോ ഈ രാജ്യത്തെ പൗരന്മാരെയാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് എല്ലാ ഇളവുകളും എല്ലാ സംവരണവും ബാക്കിയുള്ളവരിൽ നിന്നും SC/ST വിഭാഗത്തിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് അതെടുത്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തിന് നൽകാൻ കോൺഗ്രസ് ആലോചിക്കുന്നു. പ്രകടന പത്രികയിൽ പോലും അത് പറയുന്നു എന്ന കള്ളം പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത്. അത് താങ്കൾ പറഞ്ഞ ദീർഘമായ പ്രസംഗത്തിലെ ഒരു വാചകമല്ല, 2 വാചകമല്ല. അങ്ങനെയാണെങ്കിൽ പോലും അത് അപകടകരമായ പ്രതികരണമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ രണ്ടാംകിട പൗരന്മാരായി BJP കാണുന്നു എന്ന് തുറന്നു പറയൂ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട്. ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ രണ്ടാം കിടയോ മൂന്നാം കിടയോ ആക്കി കളഞ്ഞത് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസുമാണ്. അവരെ വർഗീയ പ്രീണനത്തിന് വിധേയമാക്കി വോട്ട് ബാങ്കാക്കി മാത്രം തരം താഴ്ത്തി ഈ 75 വർഷക്കാലം ഇന്ത്യയിൽ അവരെ പിന്നോക്കാവസ്ഥയിൽ ഇട്ടത് BJP അല്ലല്ലോ. 60-66 വർഷക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസും അതുപോലെ കേരളത്തിൽ 75 വർഷക്കാലം ഭരിച്ച ഇടതു വലത് മുന്നണികളുമാണല്ലോ ഈ മുസ്ലിങ്ങളെ ഇപ്പോഴും ഈ പിന്നോക്കാവസ്ഥയിൽ ഇട്ടിരിക്കുന്നത്. ആ പിന്നോക്കാവസ്ഥയിലുള്ള മുസ്ലിങ്ങളെ രക്ഷിക്കുന്നത് BJP ആണ് എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പോലും BJPക്ക് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതും BJPയെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ. അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട. BJPക്ക് ഇവിടെ മലപ്പുറത്ത് നിങ്ങൾ കാണുന്നില്ലേ? കേരളത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നു, കേരളത്തിന് പുറത്ത് കേരളത്തിന് പുറത്തെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിൻ്റെ കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, തടയാതിരുന്നാൽ മതി. അതായത് 66 വർഷക്കാലം ജനതാദളും കോൺഗ്രസും ഭരിച്ച ബീഹാറിലും UPയിലുമൊക്കെ BJPയുടെ സ്ഥാനാർത്ഥി എവിടെ എന്ന് ചോദിച്ചതിന് മറുപടി കൊടുത്തത് അവിടുത്തെ മുസ്ലിങ്ങളാണ്. അവർ പറഞ്ഞു 66 വർഷക്കാലം കോൺഗ്രസും ജനതാദളും ഞങ്ങളെ ഭരിച്ച സമയത്ത് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, വൈദ്യുതി ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ഗ്യാസ് ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ശൗചാലയമില്ലായിരുന്നു, ഞങ്ങൾക്ക് റോഡ് പോലും ഇല്ലായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കി തന്നത് BJP അധികാരത്തിൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ BJPയുടെ മതം നോക്കാതെ, ജാതി നോക്കാതെ, ചിഹ്നം നോക്കാതെ വോട്ട് ചെയ്ത് BJPയെ വിജയിപ്പിച്ചു. അങ്ങനെയാണ് 45 മുതൽ 75 വരെ ശതമാനം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ഇതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ്. ഞങ്ങൾ ജാതിയും മതവും നോക്കി അല്ല സ്ഥാനാർത്ഥികൾ. ശരി, ഈ പോളിംഗ് ശതമാനം ഉയരുന്നുവെങ്കിൽ അതെന്തിന്റെ സൂചനയായിട്ടാണ് താങ്കൾ അതിനെ കാണുന്നത്? അതോടൊപ്പം തന്നെ ഇപ്പോൾ കേജ്രിവാളുമായി ബന്ധപ്പെട്ട കേജ്രിവാളിന് മുൻകൂർ ജാമ്യം കിട്ടിയേക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിക്കുകയാണ്. വ്യാഴാഴ്ച അതിന്മേലൊരു അന്തിമ തീരുമാനമുണ്ടാകും. അങ്ങനെ കേജ്രിവാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? ചുരുക്കി ജനാധിപത്യത്തിന്റെ ഉത്സവമാകേണ്ട ഒരു വലിയ സംഗതിയെ, ലോകത്തിന് മുന്നിൽ മാതൃകയാകേണ്ട ഒരു സംഗതിയെ ദൗർഭാഗ്യവശാൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മോഡിയും അമിത്ഷായും കൂടിയിട്ട്
അങ്ങേയറ്റം അപകടകരമായ ഒരു നിലയിലേക്ക്, ലോകം മുഴുവൻ പരിഹസിക്കുന്ന നിലയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അവസ്ഥ. നിങ്ങൾ നോക്ക്, ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായിട്ട് BJP കൊണ്ടു നടന്നത് ഗുജറാത്താ. ആ ഗുജറാത്തിൽ എന്നിട്ട് 30 വർഷമായി ഭരിക്കുന്നു. ഈ പറയുന്ന വലിയ റോഡും വികസനവും വന്നു, മറ്റേ വലിയ ആനയുണ്ടാക്കി എന്ന് പറയുന്നിടത്ത് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കൂറ്റൻ മതില, ഏത് ചേരികളും അവിടുത്തെ അവികസിതാവസ്ഥയും കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ടാണ് ഈ വികസനത്തെക്കുറിച്ചും റോഡ് കൊടുത്തതിനെ കുറിച്ചും ശൗചാലയം കൊടുത്തതിനെ കുറിച്ചും പറയുന്നത്. എന്തൊരു നാണക്കേടാണ്. ആ ഗുജറാത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ച 2 സ്ഥാനാർത്ഥികൾ, വേറെ ആരും ശക്തമായിട്ട് നിങ്ങളെ എതിരിടാൻ നേരത്തെ ഉണ്ടായിട്ടില്ല. പക്ഷെ വഡോദരയിലും മറ്റും നിങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ ആഴ്ച കഴിഞ്ഞപ്പോൾ മാറ്റേണ്ടി വന്നു. എന്താ ഇന്ന് ചെയ്തത്? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് അമിത്ഷായും മോഡിയും കൂടിയിട്ട് റോഡ് ഷോ നടത്തുക. എന്തിനു വേണ്ടിയിട്ട്? ആള് വോട്ട് ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ജനം എത്തുന്നില്ല. ഇതാണ് അവസ്ഥ. അത്രമേൽ അപകടകരമായി. അവിടെയാണ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകളെ ജയിലിനകത്താക്കിയാൽ ഞങ്ങൾക്ക് എളുപ്പം എതിരാളികളില്ലാതെ ജയിച്ചു കയറാമെന്ന് വിചാരിക്കുന്നത്. ആകെ കെട്ടുപോയിട്ടില്ല എന്നുള്ളതിന്റെ പ്രതീക്ഷയാണ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ. എപ്പോഴാ കൊടുത്തത് നോട്ടീസ്? ആ നോട്ടീസ് കൊടുത്തതിൽ എന്തെങ്കിലും ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നീതിപൂർവമായ തീരുമാനം പ്രതീക്ഷിക്കാൻ കഴിയുമോ? അവശേഷിക്കുന്ന അല്പമെങ്കിലും ന്യായം, നീതി ജുഡീഷ്യറിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ ഇങ്ങനെ കെജ്രിവാളിന്റെ കാര്യത്തിൽ എത്തുന്നു. പക്ഷെ അത് തന്നെ പ്രാഥമിക കോടതികൾ അങ്ങനെയല്ലല്ലോ ചെയ്തത്. നമ്മളെ മുന്നിലുള്ള അനുഭവം ഇതല്ലേ. അപ്പോ ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അതിശക്തമായ മോഡി വിരുദ്ധ വികാരം വന്നിരിക്കുന്നു. ഈ BJP ഭരണം അവസാനിക്കണം. ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഇവരിപ്പോ ന്യൂനപക്ഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് 1ഉം 2ഉം ഘട്ടങ്ങളിൽ ഈ മൈനോറിറ്റി പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കെല്ലാം പറിച്ചു കൊടുക്കുന്നു എന്ന് പറയാതിരുന്നത്? സ്മൃതി, 1ഉം 2ഉം ഘട്ടങ്ങളിലാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വോട്ടെടുപ്പ് നടന്നത്. ആ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ വർഗീയ വിഷയം ഏശില്ല. അവിടുത്തെ കൾച്ചർ വേറെയാണ്, സംസ്കാരം വേറെയാണ്, അവിടുത്തെ രാഷ്ട്രീയം വേറെയാണ്. അവിടെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ തമിഴ്നാട്ടിലും കേരളത്തിലും നിരവധി യോഗങ്ങളിൽ പ്രസംഗിച്ചപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ടി സമ്പത്ത് പിടിച്ചു കൊടുക്കുന്നു. അന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയുണ്ടല്ലോ, 1ാം ഘട്ടത്തിന് മുമ്പേ ഉണ്ടല്ലോ. അത് പറയാതിരുന്ന മോഡി ഇത് രണ്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ടെത്തിയപ്പോൾ, തങ്ങളുടെ തട്ടകത്തെത്തിയപ്പോൾ ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുന്നിടത്ത് ഇത് ഉപയോഗിക്കുക. ഉത്തർപ്രദേശ് നിങ്ങൾ ജയിച്ചത് മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണോ? അവരെ വോട്ട് ചെയ്യാനേ സമ്മതിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന് ജോലി ചെയ്തവരുടെ സ്മൃതി, അവര് പറയുന്നത് വോട്ട് ചെയ്യാനേ സമ്മതിക്കുന്നില്ല, അവരെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല, അവരുടെ വോട്ടൊക്കെ ഇവര് തന്നെ പോയി ചെയ്യുകയാണ്. എന്തൊരു അപഹാസ്യമായ നിലയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇതിനെല്ലാം എതിരായ ശക്തമായ ഒരു മുന്നേറ്റം രാജ്യത്തുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ 3 ഘട്ടം ഏതാണ്ട് പകുതി സീറ്റുകളായി ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരി, സമയക്കുറവ് ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി ഡിബേറ്റ് വിത്ത് MP നികേഷ് കുമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.